വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഗായത്രി ധ്യാനത്തെക്കുറിച്ച് നമുക്ക് ഈ വാരം കൂടുതലായി മനസ്സിലാക്കാം. ഗായത്രി ധ്യാനം വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം കേവലം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ലല്ലോ ഉണ്ടാവുക. ബിസിനസ്സുകാരനും ഡോക്ടർക്കും അധ്യാപകനുമെല്ലാം തന്നെ ഇത് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും കഴിവിൻ്റെ ഒരു മാനദണ്ഡം തന്നെ ഇതാണെന്ന് പറയേണ്ടി വരും. നല്ല പോലെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ളതായിരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ള വ്യക്തികളെക്കാൾ ഉയർന്ന സ്ഥാനം ഏത് മേഖലയിലായാലും കൈവരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ധ്യാന പരിശീലനം ആർക്കും തന്നെ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കിത് ഏറെ അത്യാവശ്യമാണ് എന്ന് മാത്രം. ചില കുട്ടികൾ എപ്പോഴും പരാതിപ്പെടാറുണ്ട്, നല്ല പോലെ ഒരുപാട് പ്രാവശ്യം വായിച്ചു പഠിച്ചിട്ടും കുറച്ചു സമയം കഴിഞ്ഞാൽ മറന്നു പോകുമെന്ന്. അത് നിമിത്തം പല പരീക്ഷകളിലും മറ്റും പ്രയാസങ്ങളും അവർക്കുണ്ടാകുന്നു. മുതിർന്ന വ്യക്തികളിലും മറവി ഒരു പ്രശ്നം തന്നെയാണ്. ചുരുക്കം ചില ജീവിത സന്ദർഭങ്ങളിൽ മറവി ഒരു അനുഗ്രഹമാകുമെങ്കിൽ കൂടിയും കൂടുതൽ പേർക്കും ഇത് ഒരു ശാപമായാണ് മാറുന്നത്. അമിതമായ ഭയവും ഉത്കണ്ഠയും ഉള്ള വ്യക്തികളിലും അതുപോലെ അലസന്മാരിലും ഒരേ സമയം ഒന്നിലേറെ കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളിലും മറവി കൂടുതലായി കണ്ടുവരുന്നുണ്ട്. തലച്ചോറിൻ്റെ വലതുഭാഗം കൂടുതൽ പ്രവർത്തനക്ഷമവും ഇടതുഭാഗം അത്രത്തോളം പ്രവർത്തനക്ഷമവുമല്ലാത്തതാണ് സർഗാത്മക ശേഷിയുള്ള വ്യക്തികളുടെ ഈ മറവിക്ക് കാരണം. എന്നാൽ അലസന്മാരുടെ മറവിക്ക് തമോ ഗുണത്തിൻ്റെ ആധിക്യമാണ് കാരണം. പേടി, ആകാംക്ഷ തുടങ്ങിയവ ഓർമ്മയുടെ ചാനലുകളെ തടയുന്നത് വഴി നെഗറ്റീവ് വികാരങ്ങൾ കൂടുതലായുള്ള വ്യക്തികളിലും മറവി ഒരു സാധാരണ സംഭവമാക്കുന്നു. പ്രായമേറിയ വ്യക്തികളിൽ ചില ഹോർമോണുകളുടെ അഭാവവും വിശ്രമ ജീവിതവും മറവിക്ക് കാരണമായേക്കും. മസ്തിഷ്ക കോശങ്ങളുടെ കൂട്ടനാശമാണ് അൽഷിമേഷ്യസ് തുടങ്ങിയ മാരക രോഗങ്ങളുടെ കാരണം. ഹരിദ്വാറിലെ ബ്രഹ്മവർച്ചസ് ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈയിടെ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ഗായത്രി ധ്യാനം വഴി ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വികസിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനും സാധിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വേദങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന ഈ മന്ത്രം ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതീയർ ഉപാസിക്കുന്ന ശ്രേഷ്ഠ വൈദിക മന്ത്രമാണ് എന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്. ഗായം ത്രായതി ഇതി ഗായത്രി എന്നാണ് മന്ത്രത്തിന് നൽകുന്നതായിരിക്കുന്ന നിർവചനം. ഈ മന്ത്രത്തിന് ആരാണോ ജപിക്കുന്നത് അവരെ രക്ഷിക്കുന്നതാണ് ഗായത്രി എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും മഹത്തരമായിരിക്കുന്ന ഈ ധ്യാനം എങ്ങനെയാണ്, ഏത് പ്രകാരമാണ് ചെയ്യേണ്ടത് എന്നത് അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം.